സ്കൂൾ കലോത്സവത്തിലെ ജനകീയ ഇനമാണ് ഒപ്പന. പൂരനഗരിയായ തൃശ്ശൂരിൽ ഒപ്പനയുടെ കൈത്താളം മുഴങ്ങുമ്പോൾ പൂരത്തോളം ആവേശം സദസ്സിലും കാണാം. വടക്കുംനാഥന് സമീപത്തുള്ള വേദിയിൽ ഒപ്പന കളിക്കുമ്പോൾ പൂരവും ഒപ്പനയും ഒന്നാണെന്ന് തോന്നിപ്പോകും. പതിഞ്ഞ താളത്തിൽ തുടങ്ങി വേഗത്തിൽ ചുവട് വെച്ച് ഉച്ചത്തിൽ പാടി കാഴ്ചക്കാരിൽ ഇമ്പം നിറയ്ക്കുന്നതെല്ലാം ഒപ്പനയിലുണ്ട്. മണവാട്ടിയുടെ എഴുന്നള്ളത്ത് പൂര വിളംബരമാണ്. പാറമേക്കാവും തിരുവമ്പാടിയും പോലെ ആവേശമായി മത്സരാർത്ഥികൾ സമന്വയിപ്പിക്കുന്ന ചെറുപൂരങ്ങൾ. വർണ്ണതാള സംഗീതലയങ്ങൾ അലിഞ്ഞു ചേരുമ്പോൾ ചുവടുകൾക്ക് മാറ്റുകൂടും. വെള്ളപ്പെങ്കുപ്പായവും കാച്ചുമുണ്ടും നെറ്റിപ്പട്ടവും ചൂടി തെക്കേ ഗോപുര നടയിലേക്ക് മണവാട്ടികൾ എത്തുമ്പോൾ പൂരം പോലെ ഒപ്പനയും മനം നിറയ്ക്കും. വധുവും തോഴിമാരും ചുവടുവെച്ച് മത്സരിക്കുമ്പോൾ തേക്കിൻകാട് മൈതാനത്ത് കൊട്ടിക്കേറുന്ന മേളത്തിന്റെയും കുടമാറ്റത്തിന്റെയും അതേ ആവേശം. ഭംഗി ആർക്കെന്നത് നിർവചനാതീതം. മേളം മുഴങ്ങിക്കേട്ട് ശീലമുള്ള ശക്തന്റെ കാതിൽ ഒപ്പന ഇശലുകളും നിറഞ്ഞു നിന്നിട്ടുണ്ടാകും. പൂരത്തിന് 8 ആണെങ്കിൽ ഒപ്പനയ്ക്ക് 14 ദേശത്തു നിന്നുള്ള മണവാട്ടികളും തോഴിമാരും എത്തിയിട്ടുണ്ട്. വടക്കുംനാഥനെ സാക്ഷിയാക്കി മണവാട്ടിയുമായി തോഴിമാർ മടങ്ങുമ്പോൾ അടുത്ത കൊല്ലം കാണാമെന്ന ധാരണയിൽ ഉപചാരം ചൊല്ലി പിരിയുന്നു. കലോത്സവ വേദിയിൽ നിന്നും രാഹുൽ മുരളിക്കൊപ്പം CP അഖില, ന്യൂസ് മലയാളം.